കാസർഗോഡ് ജില്ലയിലെ പുലിയൻകുളം എന്ന സ്ഥലത്തെ കാരഗുളികൻ ദേവസ്ഥാനത്ത് കെട്ടിയാടിയ കാരഗുളിക തെയ്യമാണിത്. ഈ ദേവസ്ഥാനത്ത് മാത്രമാണ് കോലധാരി ഈറനണിഞ്ഞ് ദൈവസന്നിധിയിലേക്കെത്തി പിന്നീട് ദൈവക്കോലമായി മാറുക. ഉത്തര കേരളത്തിലെ കാവുകളിൽ ആരാധിച്ചു വരുന്ന ഒരു പ്രധാന ദേവതയാണ് ഗുളികൻ. ശ്രീ മഹാദേവന്റെ ഇടത്തെ തൃക്കാൽ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർദ്ധകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ. മലയ സമുദായം കുലദേവതയായി കണ്ട് ഗുളികനെ ആരാധിക്കുന്നു. യമന്റെ സങ്കല്പത്തിലുള്ള ദേവനാണ് ഗുളികൻ. എല്ലായിടത്തും സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ദേവനാണ് ഗുളികൻ. സർവവ്യാപിയായ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉപാസകന്മാർ ഉറച്ചു വിശ്വസിക്കുന്നു. ജനന മരണ കാരണനായ ഗുളികന്റെ സാന്നിധ്യമാണ് പ്രപഞ്ചത്തിന്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നത്. അന്തകൻ എന്ന നിലയിലും ജനന മരണങ്ങളുടെ കാരണഭൂതൻ എന്ന നിലയിലും ഗുളികൻ മുഖ്യസ്ഥാനമുണ്ട്. ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാനേരത്തും നടന്നു വാഴ്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ. ഗുളികന്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് കാരണമാകും എന്ന് പറയപ്പെടുന്നു. ഭക്തന്മാർക്ക് വന്നു ഭവിക്കുന്ന സർവ്വദോഷങ്ങളും ദൂരീകരിക്കുന്ന ദേവനും കൂടിയാണ് ഗുളികൻ. ഗുളികന് ഉത്തര കേരളത്തിൻ്റെ വടക്കും തെക്കുമായി രൂപത്തിലും പുരാവൃത്തത്തിലും വ്യത്യാസമുണ്ടെങ്കിലും കാലൻ്റെ സങ്കല്പത്തിലുള്ള ആരാധനയും ഉപാസനാ ലക്ഷ്യങ്ങളും തികച്ചും ഒന്നു തന്നെയാണ്. തെയ്യത്തെ പോലെ സമാന അനുഷ്ഠാന കലകളായ തിറയിലും തുളുനാട്ടിലെ ഭൂതകാലത്തിൽ ഗുളികനെ കെട്ടിയാടാറുണ്ട്. പൊതുവെ 101 ഗുളികന്മാരുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നു. അതിൽ ചിലതാണ് കാലഗുളികൻ, മന്ത്രഗുളികൻ, കരിങ്കുളികൻ, മാരണഗുളികൻ, ചൗക്കാർ ഗുളികൻ, രക്തഗുളികൻ, ചുവന്ന ഗുളികൻ, സ്ഥാനഗുളികൻ, ജപഗുളികൻ, കാരഗുളികൻ, ഉമ്മട്ടഗുളികൻ, കുട്ടിഗുളികൻ, മൃത്യുഗുളികൻ, കരിഗുളികൻ, വിഷ്ണുഗുളികൻ, രാഹുഗുളികൻ, അന്തിഗുളികൻ, പാതിരാഗുളികൻ എന്നിവ. പുലിയൻകുളം ഗുളികൻ ദേവസ്ഥാനത്ത് കെട്ടിയാടുക കാരഗുളികൻ ദേവനെയാണ്. ഇതിൽ പ്രധാന ഒരു ചടങ്ങു തന്നെയാണ് കാരമുള്ളു കൂട്ടിയിട്ടതിലേക്ക് എടുത്തു ചാടുന്ന കാരഗുളിക ദേവൻ. പുരാതന കാലത്തെ ആചാരരീതികളിൽ യാതൊരു മാറ്റവും വരുത്താതെ തന്നെയാണ് ഈ ഗുളിക ദേവസ്ഥാനത്തും ആചാരങ്ങൾ നടത്തിപ്പോരുന്നത്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നാം വിശ്വാസമർപ്പിക്കേണ്ടത് പുരാണ കഥകളിലെ മാർക്കണ്ഡേയനെ പോലെയാണ്. അല്പായുസ് മാത്രമായിരുന്ന മാർക്കണ്ഡേയൻ കാലഭഗവാന്റെ വിളികേട്ട് താൻ ഉപാസിച്ചിരുന്ന ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കാലൻ കുരുക്കെറിഞ്ഞു വലിച്ചപ്പോൾ ശിവലിംഗമടക്കം പിഴുതു വീഴുകയായിരുന്നു. കോപാകുലനായ പരമേശ്വരൻ നെറ്റിക്കണ്ണിലെ തീയിൽ കാലനെ ഭസ്മമാക്കി. ശേഷം കാലനില്ലാത്ത കാലത്ത് ജീവജാലങ്ങൾക്ക് മരണമില്ലാത്ത അവസ്ഥയുണ്ടായി. തുടർന്ന് പരമശിവന്റെ അനുഗ്രഹത്തോടെ ഇടത്തെ തൃക്കാൽ പെരുവിരലിൽ നിന്ന് പുനർജനിച്ച കാലനാണ് ഗുളികൻ ദൈവം. ഉത്തരമലബാറിലെ കൊച്ചു ഗ്രാമങ്ങളിലും ഇതുപോലുള്ള പല ഗുളികൻ ദേവസ്ഥാനങ്ങളിലും ഗുളികൻ ദൈവങ്ങൾ കെട്ടിയാടാറുണ്ട്. അതുപോലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് നമ്മുടെ സ്വന്തം പുലിയൻകുളവും. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്നും ആശ്രയമാണ് ഗുളികൻ ദേവസ്ഥാനങ്ങൾ. ആഘോഷങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പുറമെ ജനങ്ങളുടെ ഒത്തുകൂടൽ കൂടിയാണ് ഇതുപോലുള്ള ഉത്സവകാലങ്ങൾ. എല്ലാവരും ഒത്തുചേർന്ന് തെയ്യം കൂടി അന്നദാനവും കഴിച്ചു മടങ്ങുന്നതാണ് ഈ നാടിൻ്റെ ഏറ്റവും ഭംഗിയാർന്ന കാഴ്ചയിൽ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്.